ഹലോ ഫ്രണ്ട്സ്, മോട്ടോ വ്ലോഗ്സ് ജോവിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും ഹാർദവമായ സ്വാഗതം. അപ്പോൾ ഇത് മൂന്നാമത്തെ എപ്പിസോഡാണ്. നമ്മൾ ഡ്രീംസ് കാറിൽ ബഡ്ജറ്റ് ആയിട്ടുള്ള കുറേ വണ്ടികൾ നമ്മളിവിടെ കാണിച്ചു. രണ്ട് എപ്പിസോഡിൽ ബഡ്ജറ്റഡ് ആയിട്ടുള്ള വളരെ 1,50,000 രൂപ മുതലുള്ള വണ്ടികളാണ് കഴിഞ്ഞ രണ്ട് എപ്പിസോഡിൽ നമ്മൾ കാണിച്ചിട്ടുള്ളത്. ഇവിടെ ഒരുപാട് കളക്ഷനുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ലാസ്റ്റാണ്, ഈ എപ്പിസോഡ് ലാസ്റ്റാണ്. അപ്പോൾ ഇവിടെ ഫ്രണ്ടിലുള്ള വണ്ടികൾ കുറച്ചും കൂടി വില കൂടിയ വണ്ടികൾ, അപ്പോൾ അത് നമ്മൾ കാണിക്കുകയാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്തോളൂ, നേരിട്ട് കമൻറ്റ് ചെയ്തോളൂ, എല്ലാത്തിനും റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ പരിചയപ്പെടുത്താൻ മറന്നു, ഡ്രീംസ് കാറിന്റെ മുതലാളി അർണോൾഡ് വീണ്ടും സ്നേഹത്തോടുള്ള സ്വാഗതം. പുള്ളിയാണ് എല്ലാ വണ്ടിയുടെയും ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞിരുന്നത്. അപ്പോൾ നമുക്കൊരു മൂലിക്കുന്നത് ബെൻസ് എന്ന് തുടങ്ങാം. ഐശ്വര്യ ആയിക്കോട്ടെ, ബെൻസ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓടി ചെന്നിട്ട് ബെൻസിന്റെ ഡീറ്റെയിൽ പറഞ്ഞേ അർണോൾഡെ. ഇത് 2009 മോഡലാണ്, C220D ഡീസൽ. ഇതിപ്പോ ബെൻസ് കാണുമ്പോൾ ആൾക്കാർ ഈശ്വര വലിയ വില എന്ന് അങ്ങനെ വിചാരിക്കണ്ട കേട്ടാ. ഇതിന്റെ വില പറയാം, 2009 മോഡലാണ്. വീട്ടിലൊരു ബെൻസ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ വില കേട്ടാ നിൽക്കുന്നത് ഇത് കൊള്ളാലോ, മേടിച്ചാൽ കൊള്ളാലോ എന്ന് പറയും. 8 ലക്ഷം രൂപ. 8 ലക്ഷം രൂപ. 8 ലക്ഷം രൂപയ്ക്കാട്ടാ ബെൻസ് എടുക്കുന്നത്. 8 ലക്ഷം രൂപ 2009 കഴിഞ്ഞെടുക്കണ വണ്ടിയാണ്. അതെ, ടെസ്റ്റ് സർവീസ് എല്ലാം പേപ്പർ ഉണ്ട്, പുതിയ ഇൻഷുറൻസ് കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. 2029 വരെ പേപ്പർ ഉണ്ട്, പുതിയ ഇൻഷുറൻസ് ആണ്, സെക്കൻഡ് ഓണർ ആയിട്ടുള്ളൂ. മേജർ സർവീസ് ഈ അടുത്ത് മേജർ സർവീസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എടുത്തിട്ട് ഇനി വീണ്ടും നമ്മൾ സർവീസിന്റെ പിന്നാലെ ഓടേണ്ട കാര്യമാണ്. മേജർ കാര്യങ്ങളൊക്കെ ചെയ്ത് മേജർ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. 2009 മോഡല് സിൽവർ ബെൻസ്, സൺറൂഫ് അടക്കമുള്ളത്. അതും C220D ഡീസൽ വണ്ടി. അതാകുമ്പോ മൈലേജും കിട്ടും. 8 ലക്ഷം റുപ്യാണ് ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് കേട്ടോ, 8 ലക്ഷം റുപ്യ. അപ്പൊ നമുക്ക് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് അങ്ങനത്തെ സംഭവങ്ങളും ഒന്നുമില്ല. അപ്പൊ നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു വണ്ടി ബെൻസ്. അപ്പൊ 8 ലക്ഷത്തിന് നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു ബെൻസ് എത്തിക്കുക. ഇനി നമുക്കൊരു ജാസ് വരുന്നുണ്ട്. 2020 മോഡല് ZX CVT. 2020 ZX CVT ഓട്ടോമാറ്റിക്. ZX ടോപ്പിന്റെ ടോപ്പിന്റെ സൺറൂഫ് ഒക്കെ വരുന്ന മോഡൽ. ഓക്കെ ഓക്കെ. പെട്രോള് അതും സിംഗിൾ ഓണർഷിപ്പ് ആണ്. 64,000 കിലോമീറ്റർ കമ്പനി സർവീസ് ഫുള്ള്. അപ്പൊ എല്ലാ കണ്ടും ഓക്കെയാണ്. അത് സിംഗിൾ ഓണറാണ്, കമ്പനി സർവീസ് ആണ്, ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. ഹോണ്ട ജാസ്. ഹോണ്ട വീണ്ടും പറയുന്നു നല്ല റിലയബിൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. നിങ്ങൾക്ക് എത്ര 64,000 കിലോമീറ്റർ എന്നൊക്കെ പറയുന്നത് ഈ വണ്ടിക്ക് ഒന്നുമല്ല. കറക്റ്റ് സർവീസ് വണ്ടി, കറക്റ്റ് സർവീസ് ഒന്നുമല്ല. 2 ലക്ഷക്കണക്കിന് കിലോമീറ്റർ ഓടിക്കോളും. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എത്രയാണ്? ഇത് 8.5 ലക്ഷം ചോദിക്കുന്നു. 8.5 ലക്ഷം രൂപയാണ് ഹോണ്ട ജാസിന്റെ പ്രൈസ്, ആസ്കിംഗ് പ്രൈസ് ചോദിക്കുന്നത്. പിന്നെ ഇപ്പൊ ഈ ചാനൽ ഇത് മുന്നേ കണ്ടിട്ടില്ലാത്തവരടുത്ത് പറയാണ്, നമ്മൾ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നമ്മൾ ഈ പറയുന്ന ചെറുതായിട്ട് സ്നേഹത്തിന്റെ പുറത്തില് അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും എടാ. ഒക്കെ എന്റെ സുഹൃത്താണ്, അത് പറഞ്ഞാൽ മതി. ജോവിന്റെ സുഹൃത്താന്ന് പറഞ്ഞ് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്തായാലും അർണോൾഡ് ഇവിടെ ഡിസ്കൗണ്ട് തന്നിരിക്കും. അതാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. പിന്നെ നമ്മുടെ ബിഗ് ഡാഡി ഓഫ് SUV, യഥാർത്ഥ ബിഗ് ഡാഡി ഫോർച്യൂണർ 2009 തന്നെ ടെസ്റ്റ് ചെയ്ത വണ്ടിയാ. അതെ, ടെസ്റ്റ് ഈ കഴിഞ്ഞ മാസം ടെസ്റ്റ് കഴിഞ്ഞിട്ടുള്ളൂ. കഴിഞ്ഞ മാസം ഡിസംബർ വരെ പേപ്പർ ഉണ്ട്. അതെ, അത് നോട്ട് ദ പോയിന്റ്. ഇതിലെന്ന് വെച്ചാൽ കഴിഞ്ഞ മാസം ടെസ്റ്റ് കഴിഞ്ഞിട്ടുള്ളൂ. ടെസ്റ്റ് കഴിയാന്ന് പറയുമ്പോൾ അത്യാവശ്യം എല്ലാ പണികളും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്ത് അപ്പോൾ നല്ല കണ്ടീഷനിലായിരിക്കും. 2009 മോഡല് വണ്ടി, 1,50,000 കിലോമീറ്റർ വണ്ടി, 154 കിലോമീറ്റർ വണ്ടി ഓടിക്കുന്നത്. 4x4 മാനുവലാണ്. അപ്പൊ കുറച്ച് മൈലേജും കിട്ടും, ഓഫ് റോഡും ചെയ്യാം. 4x2 അല്ല, 4x4 മാനുവൽ വണ്ടി. 2009 മോഡല്. പ്രൈസും കൂടി പറഞ്ഞോ. ഇത് 8 ലക്ഷം. 8 ലക്ഷം രൂപയ്ക്കാണ് ഫോർച്യൂണർ കിട്ടുന്നത്. 8 ലക്ഷം രൂപ കേട്ടോ. അപ്പോൾ 8 ലക്ഷത്തിന് ഒരു ഫോർച്യൂണർ കിട്ടാന്ന് പറയുന്നത് ഒരു ഗുഡ് ഡീലാണല്ലേ. 8 ലക്ഷത്തിന്റെ ഒരു ബെൻസും ഉണ്ട്, 8 ലക്ഷത്തിന് ഒരു ഫോർച്യൂണറും ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോ ഒരു വണ്ടി വാങ്ങണ കാശൊക്കെ ഉണ്ടെങ്കിൽ ഒരു 10-15 ലക്ഷം റുപ്യ ഉണ്ടെങ്കിൽ ഒരു ബെൻസും ഒരു ഫോർച്യൂണറും വേണമെങ്കിൽ വീട്ടിലെത്തിക്കാട്ടോ. ഒന്നും മനസ്സിലാക്കി നോക്ക്. ഇനി നമ്മുടെ വീണ്ടും ടൊയോട്ടയുടെ വണ്ടി, ടൊയോട്ട അർബൻ ക്രൂയിസർ. അർബൻ ക്രൂയിസർ 2021 മോഡല്. 2021 മോഡല് അർബൻ ക്രൂയിസർ ഓട്ടോമാറ്റിക് വണ്ടി അല്ലേ, പ്രീമിയം ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ ടോപ്പ് എൻഡ് അല്ലേ. 27,000 കിലോമീറ്റർ ഓണർഷിപ്പ്, കമ്പനി വാറന്റി കാര്യങ്ങളെല്ലാം ഉണ്ട് വണ്ടിക്ക്. അതായത് ഇപ്പോഴും നിലവിൽ കമ്പനി വാറന്റിയിലാണ് ഈ വണ്ടി നിൽക്കുന്നത് അല്ലെ. 2026 വരെ കമ്പനി വാറന്റിയിൽ നിൽക്കുന്ന പുതുപുത്തൻ വണ്ടി ടൊയോട്ട അർബൻ ക്രൂസർ. 27,000 കിലോമീറ്റർ, ലോ കിലോമീറ്റർ. റേറ്റ് 9,25,000 രൂപയാണ്.
അപ്പോൾ ടൊയോട്ട അർബൻ ക്രൂസറിന്റെ പ്രൈസ്, വണ്ടി എന്തെങ്കിലും കൂടുതലൊക്കെ അറിയണമെങ്കിൽ സ്ക്രീനിലാണെന്ന നമ്പറിൽ വിളിക്കുക. പേഴ്സണൽ നമ്പറാണ്, വിളിച്ചോളൂ. ഫുൾ സപ്പോർട്ട്, എന്തൊക്കെ ഡീറ്റെയിൽസ് അറിയണോ അതൊക്കെ നമ്മൾ പറഞ്ഞു തരും. വേറെ തട്ടുമുട്ടൊന്നും ഇല്ല കേട്ടോ. വേറെ തട്ടുമുട്ടോ പ്രശ്നങ്ങളോ, ഇപ്പം ഇത്രയും പുതിയ വണ്ടി എന്തിനു കൊടുക്കണമെന്ന് ചോദിക്കുമ്പോൾ വേറെ തട്ടുമുട്ടും വേറെ ഫ്ലഡോ അങ്ങനത്തെ ഒരു സംഭവങ്ങൾ ഈ വണ്ടിക്കെന്നല്ല ഒരു വണ്ടിക്കും ഇവിടുത്തെ ഈ ഷോറൂമിൽ നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. വെറുതെ ഒരു ചെറിയ ലാഭത്തിന് വേണ്ടിയിട്ട് മൊത്തം പേര് കളയേണ്ട കാര്യമില്ലല്ലോ അല്ലേ? നല്ല വണ്ടികളാണെങ്കിൽ ചെയ്താൽ നല്ല കസ്റ്റമേഴ്സ്, നല്ല അഭിപ്രായം, ഒരു സ്നേഹം, ആ ഒരു ഇതിൽ അങ്ങനെ പോകുന്ന ആൾക്കാരാണ്. പിന്നെ 2012 മോഡൽ XUV500, 2012 മോഡൽ XUV 500, സെക്കൻഡ് ഓണർ 1,21,000 കിലോമീറ്റർ. ഓക്കെ 1,21,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർ. നല്ല റെഡ് കളർ, നല്ല രസമുണ്ടല്ലേ? വേറെ തട്ടുമുട്ട കാര്യങ്ങളൊന്നുമില്ല, മേജർ സർവീസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഇത് XUV-നെ കുറിച്ച് പറയുമ്പോഴേ നമ്മള് യൂട്യൂബേഴ്സ് ആണല്ലോ, അപ്പൊ ഒരു നോർത്ത് ഇന്ത്യൻ കപ്പിൾസ് ഓൾ ഇന്ത്യ ട്രിപ്പ് പോണ ഒരു ഇതുണ്ട്. അപ്പൊ അവര് ഇപ്പൊ പുതിയ ഒരു ബിഗ് ഡാഡി എന്നുള്ള വണ്ടി എടുത്തു. പക്ഷെ അവർ അപ്പോഴും പറയണത് XUV 500-ല് അവർ അത്ര നാളെ യാത്ര XUV 500-ലായിരുന്നു. ഇതിൽ പോണൊരു കംഫർട്ട് പുതിയ വണ്ടിക്ക് പോലും കിട്ടുന്നില്ല. സ്പേസ് ആയാലും എന്തും എല്ലാം കൊണ്ടായാലും. അപ്പൊ ഇതിന് സൺറൂഫ് വരുന്നുണ്ട്? ഇല്ലേ, സൺറൂഫ് W6 ആണ്. അലോയില് കാര്യങ്ങൾ ക്രൂയിസ് കൺട്രോളൊക്കെ എല്ലാം ഉണ്ടോ? അലോയിലും ക്രൂയിസ് കൺട്രോൾ ഫീച്ചർ റിച്ച് ആയിട്ടുള്ള ഒരു വണ്ടിയും കൂടിയാണ്. അപ്പോൾ പറയുകയാണെങ്കിൽ ഭയങ്കര കംഫർട്ടബിൾ ആണ് ഇതിന്റെ യാത്ര എന്ന് പറയുന്നത്. ഇഷ്ടം പോലെ സ്പേസ് ആണ് ഉള്ളില്. അപ്പൊ ഇത് ആസ്കിംഗ് പ്രൈസ് എത്രയാന്ന് പറഞ്ഞാൽ 5,50,000 രൂപയാണ് ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ആണ്. ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. 5.5 ലക്ഷമാണ് ചോദിക്കുന്നത്, നെഗോഷ്യബിൾ ആണ്. പിന്നെ നമുക്ക് ലോണും കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ പറ്റും. പിന്നെ വീണ്ടും നമ്മുടെ ഒരു താരം ഹോണ്ടയുടെ ഹോണ്ട അമേസ് ഓട്ടോമാറ്റിക് വണ്ടിയില്ലേ? ഓട്ടോമാറ്റിക് വണ്ടി കേട്ടോ. അതായത് 2018 മോഡൽ. അതെ, ലേഡീസിനും കൂടി ഒക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ്. CVT ഗിയർ ബോക്സ്. അപ്പൊ എന്റെ ചാനൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ഹോണ്ട സിറ്റിയുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഓട്ടോമാറ്റിക്. അത് സെയിലായി, വളരെ നല്ലൊരു വണ്ടി. അത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് സെയിലായി. ഇപ്പൊ അതിന്റെ വിഷമം തീർക്കാൻ ഒരു ഹോണ്ട അമേസ് ഓട്ടോമാറ്റിക് നല്ല വണ്ടിയാണ്, നോക്കണമെങ്കിൽ നോക്കാം. ഇത് സെക്കൻഡ് ഓണർ 80,000 കിലോമീറ്റർ, ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടി. ഇതിന് എത്രയാണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്? ഇത് 6,85 ചോദിക്കുന്നു, പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഓക്കെ 6,85 ആസ്കിംഗ് പ്രൈസ്. ഫിനാൻസ് നമ്മൾ ചെയ്തുതരാം. പിന്നെ സ്നേഹത്തിന് പുറത്ത് ഡിസ്കൗണ്ടും ചെയ്തുതരാം. വണ്ടി നല്ല കണ്ടീഷൻ ആയിട്ടുള്ള വണ്ടിയാണ്. അതാണ് നമ്മളിവിടെ പറയാൻ നോക്കേണ്ട കാര്യങ്ങൾ. കണ്ടീഷനാണ്. നിങ്ങൾക്ക് ഓരോ വണ്ടിയും വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്യാൻ വേണമെങ്കിൽ മെക്കാനിക്കിനെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യിക്കുക, എങ്ങനെ വേണമെങ്കിലും എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ഫുൾ സപ്പോർട്ട് ചെയ്ത് തരും. നല്ല വണ്ടികളാണ്. ഓക്കെ, അത് നോക്കാം. പിന്നെ ഇവിടെ ഉള്ളത് പിന്നെ റിനോൾട്ടിന്റെ ക്യാപ്ചർ 2019 മോഡൽ വണ്ടിയാണ്. 1,21,000 കിലോമീറ്റർ ഓടിയേക്കുന്നു. 1,21,000 കിലോമീറ്റർ RXL. ഇത് 595 595 വരുന്നത്. ഇത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രീമിയം വണ്ടിയാണ് ക്യാപ്ചർ റിനോൾട്ടിന്റെ. ഇതൊരു പ്രീമിയം ഇന്റീരിയർ ഒക്കെ നല്ല രസമുള്ള ഇന്റീരിയറും കാര്യങ്ങളൊക്കെയാണ്. ഒരു സ്പോർട്ടി വണ്ടിയൊക്കെ നോക്കുകയാണെങ്കിൽ ഈ വണ്ടി നോക്കാവുന്ന ഒരു വണ്ടിയാണ്. അതും കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 595 ചോദിക്കണു, പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഓക്കെ 595 ആസ്കിംഗ് പ്രൈസ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. പിന്നെ ഒരു ഇന്നോവയൊക്കെ ലോ ബഡ്ജറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ 2005 മോഡൽ ഇന്നോവ. 2005 മോഡൽ ഇന്നോവ. ഇതിന് എത്ര വരുന്നുണ്ട്? ആദ്യം പ്രൈസ് 3,10,000 രൂപ. നമ്മൾ ആദ്യം പ്രൈസ് ചോദിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ചെറിയ സ്വിഫ്റ്റ് ഒക്കെ എടുക്കണോ? അതെ, സ്പേസ് കാര്യങ്ങള്, വണ്ടി കണ്ടീഷൻ ആണോ എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഇന്നോവനെ കുറിച്ചിട്ട് അത് റീവണ്ടി അല്ല, ഒറിജിനൽ കേരള വണ്ടി. 2005 മോഡല്, ഡീസല്, ടൊയോട്ട ഇന്നോവ G വേരിയന്റ് അല്ലേ? പിന്നെ ഇപ്പൊ ഇതിന്റെ 3,10,000 ഇതിന്റെ പ്രൈസ് പറയണത്. അതുകൊണ്ട് നോക്കിക്കോ, ഇത് ഒരു ഇന്നോവ ഒക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു 7 സീറ്റർ വണ്ടി. ഇതിലും നല്ല 7 സീറ്റർ പിന്നെ ഏതായാലേ പറയാള്. ഇന്നോവയാണ് ടോപ്പിൽ നിൽക്കുന്നതാണ്. 2014 മോഡൽ സിംഗിൾ ഓണർ. അവിടെ 2014 മോഡല് ഡസ്റ്റർ എടുക്കുന്നുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? ഇത് എങ്ങനെയാണ് ഇതിന്റെ? ഇത് 3,80,000 രൂപ. 3,80,000 ഡസ്റ്റർ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഡസ്റ്റർ ആണ് SUV-യുടെ വിപ്ലവം ഇന്ത്യയിൽ തുടങ്ങിയത് ഡസ്റ്ററിൽ നിന്നാണ്. അപ്പോ ആസ്കിംഗ് പ്രൈസ് 3,10 അല്ലേ? 3,80. 3,80 ആസ്കിംഗ് പ്രൈസ്. 3,10 ഇന്നോവ ആയിരുന്നു. ഇത് 3,80 ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത്, ഡസ്റ്റർ. ഓക്കെ, പിന്നെ ഇതൊക്കെ നമുക്ക് 10,65 രൂപ, 55 രൂപ. ഇത് സെന്ന് ഒരു 55, 65 രണ്ട് സെന്ന് എടുക്കുന്നുണ്ട്. അപ്പൊ നിസ്സാര പൈസയുള്ള സംഭവങ്ങളാണ്. 2004 മോഡലും അത് 98 മോഡൽ. 98 മോഡല് AC വണ്ടികളാണ്. രണ്ടും AC വണ്ടികൾ. നിസ്സാര പൈസയുള്ളൂ. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ പറഞ്ഞാൽ നമ്മുടെ ടൈം കളയുന്നില്ല. വണ്ടി താല്പര്യം ഉണ്ടെങ്കിൽ അല്ലേ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. പിന്നെ
ഓക്കെ, പിന്നെ ഒരു വെർണ എടുക്കുന്നുണ്ട്. എടുക്കുന്നുണ്ട്, ടെസ്റ്റ് കഴിഞ്ഞ വണ്ടി. ടെസ്റ്റ് കഴിഞ്ഞ വെർണ 2008 മോഡല്, 2008 സെക്കൻഡ് ഓണർ. ഇതൊക്കെ ഒരു 1,60,000, 1,60,000. 1,60,000 നമുക്ക് ഇപ്പൊ ഈ വെർണ കൊടുക്കാം. ഡീസൽ വണ്ടി അല്ലേ? ഡീസൽ വണ്ടി. ഹുണ്ടായുടെ വെർണയൊക്കെ നല്ല രീതിയിൽ ഹിറ്റ് ആയിട്ടുള്ള മോഡലുകളാണല്ലേ? ടർബോ എഞ്ചിനാണ്. കണ്ടീഷനും കാര്യങ്ങളൊക്കെ വേറെ തട്ടുമുട്ട് റീപ്ലേസ് ഒന്നും ഇല്ല. എഞ്ചിന് മെക്കാനിക്കൽ സൈഡ് ഒക്കെ ഓക്കെയാണ്. കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് വണ്ടി. നീറ്റ് വണ്ടിയാ. അപ്പൊ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ വണ്ടികളുടെ ഒരു വിശേഷം. അപ്പോൾ ഇതിലിപ്പോൾ നിങ്ങൾ കാണുന്ന വണ്ടികളിൽ നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ധൈര്യമായിട്ട് വിളിക്കുക. സ്ക്രീനിലാണെന്ന നമ്പറിൽ വിളിക്കുക. നമ്മൾ ഡിസ്കൗണ്ട്, നിങ്ങളുടെ ഒരു കസ്റ്റമർക്ക് ഡിസ്കൗണ്ട് നമ്മൾ ചെയ്തു തരും അല്ലേ? ആംബുലൻസ് ഒക്കെ പോണു, ഡിസ്കൗണ്ട് ചെയ്തു തരും, ഫിനാൻസ് കാര്യങ്ങൾ ചെയ്തു തരും. പിന്നെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വണ്ടി എടുക്കാം. വലിയ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത വണ്ടികൾ നിങ്ങൾക്ക് ഇവിടുന്ന് ധൈര്യമായിട്ട് വിശ്വസിച്ച് തന്നെ നമുക്ക് വണ്ടി എടുക്കാം. പിന്നെ നമ്മളിപ്പോൾ അറിയാലോ, ചാനൽ നമ്മുടെ ഫുൾ സപ്പോർട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. 8184000666. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നല്ല ഇത് വളർന്നാലല്ലേ കൂടുതൽ ആൾക്കാരിലേക്കൊക്കെ എത്തുള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.